പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു കാര്യം പറയാനാണ് ഭാഷ ഇവിടെ നിൽക്കുന്നത്. വളരെ സിമ്പിളായൊരു കാര്യം. രണ്ട് രസങ്ങൾ, രണ്ട് ഭംഗികൾ. നമ്മളിപ്പോ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന? ട്രിഗണോമെട്രി അല്ലേ? യെസ്. എന്താ ഇതുവരെ പഠിച്ച്? ഒന്നുമല്ല, നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെ? എന്താണ് ആ റേഷ്യോസിന്റെ പ്രാധാന്യം? അത് മറ്റ് ജോമെട്രിക്കൽ ജ്യാമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ കിടക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ യൂസസ്? പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ട്രിഗണോമെട്രിക് റേഷ്യോ. ഒന്ന് സൈൻ ആൻഡ് കോസ് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ തീരുമാനിക്കുന്നത് അതിന്റെ ആംഗിൾസ് ആണ്. കോണുകൾ ത്രികോണങ്ങളുടെ വശങ്ങളെ അല്ലെങ്കിൽ വശങ്ങളുടെ അംശബന്ധത്തിനെ തീരുമാനിക്കും. 30, 60, 90 ആണെങ്കിൽ ഒരു അംശബന്ധമുണ്ട്. 45, 45, 90 ആണെങ്കിൽ ഒരു അംശബന്ധമുണ്ട്. If the angles are in 30 degree, 60 degree and 90 degree, the sides has a ratio, definite ratio. 1:√3:2. And if the angles are 45, 45, 90 degree, then again there is another definite ratio. That is 1:1:2. ഇത് കണ്ടു. ഇനി ഇതല്ലാത്ത ആംഗിൾസ് വന്നാലും റേഷ്യോ ഉണ്ട്. എങ്ങനെയാണ് ആ റേഷ്യോസ് കണ്ടെത്തുക? അതിന് പല വഴികളുണ്ട്. ആദ്യം നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആക്കി മാത്രം അതിനെ വിശദീകരിച്ചു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരുമ്പോൾ റേഷ്യോ എങ്ങനെ വരും? കാരണം അവിടെ 90 ഡിഗ്രി ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ രണ്ട് സൈഡ് അറിയെങ്കിൽ തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. ഇനി അതല്ലാത്ത ആംഗിൾസ് ട്രയാങ്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാലോ അവിടെയും നമ്മൾ വിശദീകരിച്ചു. എങ്ങനെ? സർക്കിൾസിന്റെ സഹായത്തോടു കൂടി അല്ലെ? സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രസകരമായ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മാഷ് ഇപ്പൊ നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മുടെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ വെൽക്കം ഓൾ ടു അവർ ബ്യൂട്ടിഫുൾ മാത്തമാറ്റിക്സ് ക്ലാസ്. ബ്യൂട്ടിഫുൾ എന്ന് മാഷെന്നെ പറഞ്ഞാൽ മതിയോ? പോരല്ലേ? നിങ്ങൾക്ക് തോന്നണ്ടേ അല്ലേ? തോന്നണം പഠിക്കുമ്പോൾ അല്ലേ? കണക്കിന് ഭംഗിയുണ്ടെന്ന് തോന്നണം. തോന്നില്ലേ? യെസ്, തോന്നും. ഉറപ്പാ. സോ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. എന്താ അവിടെ? there is a circle. അതിന്റെ ഉള്ളിൽ there is a triangle. സോ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരെ തിരിച്ച് ഏതൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിലും ആ ട്രയാങ്കിളിന്റെ പുറത്തൂടെ അതിന്റെ 3 വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന 3 ശീർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ, ഒരു വൃത്തം വരയ്ക്കാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ കണ്ടു. നമുക്കറിയാതെ ഏത് ട്രയാങ്കിളിൽ വരയ്ക്കാൻ പറ്റും. അതിന്റെ 3 വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ. And that circle is known as the circumcircle. അല്ലെ? ആ വൃത്തം അറിയപ്പെടുന്നത് പരിവൃത്തം എന്ന പേരിലാണ്. പരിവൃത്തം, ത്രികോണത്തിന്റെ പരിവൃത്തം. ആ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് അറിയാമെങ്കിൽ, 3 ആംഗിൾസ് ആ ട്രയാങ്കിളിന്റെ അറിയാമെങ്കിൽ, ആ വൃത്തത്തിന്റെ ആരം നമുക്ക് അറിയാമെങ്കിൽ, ആ ത്രികോണത്തിന്റെ 3 കോണുകൾ നമുക്ക് അറിയാമെങ്കിൽ, we can define the ratio of the sides. നമുക്ക് ഇതിന്റെ സൈഡുകളുടെ റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ? അല്ലെ? അതാണ് നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യം. പലരും എന്നോട് സംശയം ചോദിച്ചു, സാർ അത് എന്താണ്? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന്റെ കോഡും ആംഗിളും വെച്ചുകൊണ്ട് ട്രിഗണോമെട്രി റേഷ്യോ സൈൻ എന്നത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവിടെ നമുക്ക് കിട്ടിയ കാര്യം ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഇഫ് ദിസ് ആംഗിൾ ഈസ് എ, ഈ ആംഗിൾ നമ്മൾ ഏത് പേര് കൊടുക്കുകയാണെങ്കിൽ this side is equal to
2r sin a. ഏത് സൈഡ്? ബി സി എന്ന് പറയുന്ന സൈഡ്, ബി സി. സിമിലർലി if this angle is b, ഈ കോൺ b ആണെങ്കിൽ this side AC will be equal to 2r sin b. നമുക്ക് ഇങ്ങനെ എഴുതാം. സിമിലർലി അതേപോലെ തന്നെ ഈ ആംഗിൾ സി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എ ബി can be written as 2r sin c. ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊന്നും ആലോചിക്കണ്ട. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2r. എന്താ 2r? 2 into radius. 2 into radius എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ ഇൻറ്റു ഈ ആംഗിളിന്റെ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി റേഷ്യോ, ദാറ്റ് ഈസ് സൈൻ. സോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2r sin b, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2r sin c. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇതിലെ ആംഗിൾ 90യുടെ മുകളിലായാൽ ഓർമ്മ വയ്ക്കണം, it has to be written 180 minus that angle. എന്തെങ്കിലും കാരണവശാൽ ഈ ബി എന്ന് പറയുന്ന ആംഗിൾ 90ന് മുകളിലായാൽ ഇത് നമ്മൾ sin 180 മൈനസ് ബി എന്ന് എഴുതണം. എന്തുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു വരും, അതിലേക്ക് ഇനി ഭാഷ നടക്കുന്നില്ല. ഇതാണ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ സർക്കിൾസ് ആൻഡ് ട്രിഗണോമെട്രി എന്നുള്ള കാര്യത്തിലെ അഥവാ കോഡ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ വിശദീകരിച്ചത് അല്ലെ. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ 2r അഥവാ ഇതിന്റെ ഡയമീറ്റർ 1 യൂണിറ്റ് ആയി എന്ന് കരുതുക. ഇപ്പൊ മാഷി വരച്ചിരിക്കുന്ന സർക്കിൾ ഒരു 1 യൂണിറ്റ് ഡയമീറ്ററുള്ള ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. റേഡിയസ് അല്ല, 1 യൂണിറ്റ് ഡയമീറ്റർ, വ്യാസം 1 യൂണിറ്റ് ആയിട്ടുള്ള സർക്കിൾ ആണ് മാഷി വരച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് ഈ ട്രയാങ്കിൾ വന്നിരിക്കുന്നത് എന്ന് കരുതുക. സപ്പോസ് എങ്കിൽ ഇത് നമുക്ക് ഈ 2r is equal to 1 യൂണിറ്റ്, അതായത് ഇതിന്റെ ഡയമീറ്റർ 1 യൂണിറ്റ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്ന സൈഡ് 2r എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into sin a, that is sin a എന്ന് മാത്രമായി മാറും. അതേപോലെ AC is equal to sin b എന്ന് മാത്രമായി മാറും. AB equal to sin c എന്ന് മാത്രമായി മാറും. എപ്പോ 2r 1 ആവും അഥവാ ഡയമീറ്റർ 1 ആവും. ഓക്കെ, അഥവാ sin a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളില് നമ്മളൊരു ട്രയാങ്കിൾ എ ബി സി വരച്ചു കഴിഞ്ഞാൽ ആ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണെന്ത്, അഥവാ ആ നീളമാണെന്ത്, ലെങ്ത് ആണെന്ത്, സൈൻ എ അല്ലേ. അതേപോലെ തന്നെ എന്താണ് സൈൻ ബി എന്ന് പറഞ്ഞാൽ സെയിം ഇതേപോലെ 1 യൂണിറ്റ് വ്യാസമുള്ള ഒരു വൃത്തത്തില് ഡയമീറ്റർ 1 യൂണിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിളില് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ആ ട്രയാങ്കിൾ ബി എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് ആണെന്ത്, സൈൻ ബി അല്ലേ. അതേപോലെ തന്നെ സൈൻ സി എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. ഒരു രസമാണ്, എപ്പോ യൂണിറ്റ് ഡയമീറ്റർ സർക്കിള് അല്ലാന്നുണ്ടെങ്കിൽ ഈ 2r കൂടെ എഴുതുമ്പോൾ വരും, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറും, അതിന്റെ മൾട്ടിപ്പിൾ. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് 2r sin a, 2r sin b, 2r sin c. 2r ഒക്കെ ക്യാൻസൽ ചെയ്ത് sin a is to sin b is to sin c എന്നായിട്ട് മാറും. രസമല്ലേ? രസമാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാഷ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് ഓർത്തു വയ്ക്കും. ശരി, മാഷ മറ്റൊരു രസത്തിലേക്ക് കൂടി ഇന്ന് കടക്കുക, മറ്റൊരു രസകരമായ കാര്യത്തിലേക്ക് കൂടി കടക്കുക.
പക്ഷെ ഇവിടെ വലിയ സർക്കിൾ വരച്ചു വെച്ചിട്ടുണ്ട്, എ ബിഗ് സർക്കിൾ. ഈ സർക്കിളിൽ മാഷ് ചെയ്തിരിക്കുന്നത് വേറൊന്നുമില്ല, അതിന്റെ റേഡിയസ് OA വരച്ചു, ഒരു റേഡിയസ് OB വരച്ചു. പക്ഷെ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, OA OB രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട്. അതിനുശേഷം മാഷ് ഇവിടെ ഒരു OC എന്ന് പറയുന്ന റേഡിയസ് വരച്ചു. പക്ഷെ വരച്ചത് ഈ OAയും OCയും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി 30 ഡിഗ്രി ആവുന്ന മട്ടില്ല, 30. അതുപോലെ OD വരച്ചു, അതവിടെ OAയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ആയിട്ടാണ്. അതുപോലെ തന്നെ അടുത്ത OE വരച്ചു, അത് OAയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആവുന്ന മട്ടില്ല. അങ്ങനെ വരച്ചിട്ടുണ്ട്. ആ റേഡിയസുകളിൽ നിന്നൊക്കെ ഞാൻ താഴത്തെ OAയിലേക്ക് ഓരോ പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ അതായത് ഇവിടെയൊക്കെ 90 ഡിഗ്രി ആണ്, ഇതെല്ലാം 90 ഡിഗ്രി ആയിട്ടാണ് വരച്ചത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ പേര് കൊടുക്കാം. നമ്മള് ABCDE വരെയാണ്, F, ഇവിടെ ഒരു G, ഇവിടെ ഒരു H എന്ന് ഞാൻ പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OCF എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ, ആണ് OCF എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതില് ഈ 30 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് CF എന്ന് പറയുന്നത്, ആണോ? 30 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ, ശ്രദ്ധിച്ചു നോക്കുക, 30 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് CF എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ അതിന്റെ ഹൈപ്പോട്ടനസ് ആണ് ഈ OC എന്ന് പറയുന്നത്, ഹൈപ്പോട്ടനസ് OC എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ട്രിഗണോമെട്രി റേഷ്യോ ഉണ്ട്, സൈൻ 30 is equal to എത്രയാണ് എടുക്കുന്നത്? സൈൻ 30. എത്രയാണ് സൈൻ 30 വരിക? CF ഡിവൈഡഡ് ബൈ OC. OC എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അതോടെ നിൽക്കട്ടെ, എത്ര ആയിക്കോട്ടെ, റെഡി അല്ലേ? യെസ്. ഇനി ഞാൻ സൈൻ 45 എടുക്കുകയാണ്. സൈൻ 45 ഈക്വൽ, സൈൻ 45 എന്ന് പറയുമ്പോൾ ഇതാണ് ആംഗിൾ അല്ലേ, ഇതാ. അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യേണ്ട ട്രയാംഗിൾ ഇതാ, ഏത്? ODG അഥവാ OGD എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, മട്ടത്രികോണം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശമാണ് DG. സോ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി റേഷ്യോ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏത് ആംഗിളാണോ നമ്മൾ എടുക്കുന്നത്, ഏത് അക്യൂട്ട് ആംഗിൾ, ഏത് ന്യൂനകോണാണോ എടുക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് തരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ DG ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടനസ് ഏതാ? OD. റെഡിയല്ലേ? അതുപോലെ തന്നെ ഞാൻ സൈൻ 60 എടുക്കുക. സൈൻ 60 ഈസ് ഈക്വൽ ടു, അപ്പൊ ഞാൻ എടുക്കേണ്ട റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇതാ, കാരണം എന്റെ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. സോ ഞാൻ ഇവിടെ 60 ഡിഗ്രി വരുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതായിട്ട്, അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് EH ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് OH, സോറി OE അല്ലെ? OE അതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. ഇത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യം. ഇത് എന്തിനു മാഷ് പറഞ്ഞതാണ്? ഇതിപ്പോ എന്തിനാണ് നിങ്ങളോട് വിശദീകരിച്ചത്? എന്തിനാണ് ഈ സർക്കിളൊക്കെ വരച്ചുകൊണ്ട് വിശദീകരിച്ചത്? വെയിറ്റ്, കാര്യമുണ്ട്. നമുക്ക് ഈ എഴുതിയ റേഷ്യോസ് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം. സൈൻ 30 is equal to CF divided by OC ആണ്. CF എന്ന് പറഞ്ഞാൽ ഈ നീളം, ഓക്കെ അല്ലേ? സൈൻ 45 എന്ന് പറയുമ്പോൾ DG divided by OD ആണ്. DG ഈ നീളം, ഓക്കെ. സൈൻ 60 എന്ന് പറയുമ്പോൾ EH divided by OE ആണ്. EH എന്ന് പറയുന്നത് ഈ നീളം. ഇതിനൊക്കെ അടിയിൽ വന്നിരിക്കുന്നത് OC OD OE. OC എന്ന് പറഞ്ഞാലും OD എന്ന് പറഞ്ഞാലും OE എന്ന് പറഞ്ഞാലും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അത് സെയിം, അത് മാറില്ല. ഇതും സെയിം, മാറില്ല. മാറുന്നത് ആംഗിളിനനുസരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ CF
ഡി ജി ഇ എച്ച് എന്നുള്ളതാണ്. സി എഫിനേക്കാൾ കുറച്ചുകൂടി ഡി ജി അല്ലെ, കുറച്ചുകൂടി. അടുത്തത് സി എഫ് ഡി ജിനേക്കാൾ കുറച്ചുകൂടി ഇ എച്ച്, കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തു എന്നർത്ഥം. സി എഫിനേക്കാൾ കുറച്ച് ഇൻക്രീസ് ചെയ്തു ഡി ജി ആയിട്ട്, ഡി ജിനേക്കാൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു ഇ എച്ച് ആയിട്ട്. നമ്മൾ എടുത്ത ആംഗിൾസോ അതും ഇൻക്രീസ് ആണ്. 30, 45, 60 അതും ഇൻക്രീസ് ചെയ്യുക ചെയ്തിട്ടുണ്ട്, കൂടുതൽ അല്ലെ. അപ്പൊ ഈ റേഷ്യോയിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാവും ഇത്. കാരണം ഇതിന്റെ കടിഞ്ഞ് സെയിം ആണ്, അതിന് മാറ്റമില്ല. ഇതൊക്കെ തുല്യ ഈ നീളങ്ങളെല്ലാം എത്ര ആയിക്കോട്ടെ. സോ ഇതിനേക്കാൾ കുറച്ചും കൂടി ഇത് കൂടി ആ റേഷ്യോ, അതിനേക്കാൾ കുറച്ചും കൂടി ഈ റേഷ്യോ. അപ്പൊ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് റേഷ്യോയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, കൂടും. സൈൻ 30നേക്കാൾ കുറച്ചുകൂടി വലിയ വാല്യൂ ആണ് സൈൻ 45. സൈൻ 45നേക്കാൾ കുറച്ചും കൂടി കൂടിയ വാല്യൂ ആണ് സൈൻ 60. സൈൻ 60 കൂടിക്കൊണ്ടിരിക്കും. സോ വെൻ ദ ആംഗിൾ ഇൻക്രീസസ് the trigonometric ratio sin also will increase. കോണ് കൂടുന്നതിനനുസരിച്ച്, കോണിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ട്രിഗണോമെട്രിക് റേഷ്യോ, ആ കോണിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ടുള്ള സൈനും ഇൻക്രീസ് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ വേറെ രസം കൂടി മാറ്റി ചോദിക്കട്ടെ, എന്തായിരിക്കും സൈൻ 90 വരിക? നമുക്ക് ഈ ചിത്രത്തിന്റെ ഡയനാമിക്സ്, അതിന്റെ ആ ഒരു മോഷൻ, സത്യത്തിൽ ഇതൊരു വർക്കിംഗ് മോഡലായിട്ട് മാഷ് കാണിച്ചു തരണ്ട, അതിലൊരു സൗകര്യം കിട്ടാത്തതുകൊണ്ട്. പക്ഷെ മറ്റ് ചില മാഷന്മാരൊക്കെ അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിക്ചേഴ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വിനോദ മാഷ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ സ്കെയില് വെച്ചുകൊണ്ട് ഇങ്ങനെ നീക്കിയാൽ മതി, ഒന്നും കൂടി അതിനൊരു ചലനാത്മകത കിട്ടും. ഓക്കെ, മാഷ് ഇപ്പൊ അത് കാണിക്കുന്നില്ല, അതിന്റെ ആ ഒരു തിയറി മാത്രം കാണിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ കൂടി. ഇപ്പൊ ഇവിടെ 30ആയി, കുറച്ചുകൂടി കയറിയപ്പോഴേക്ക് 45ആയി, കുറച്ചുകൂടി കയറിയപ്പോഴേക്ക് 60ആയി. ഇതിങ്ങനെ കൂടി 90 ആവുമ്പോഴേക്ക് ഇവിടെ വന്നു. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കൂടി ഓപ്പോസിറ്റ് സൈഡ് 90 ആവുമ്പോഴേക്ക് എന്തെന്നെ ആയിട്ട് മാറും, ഈ OB എന്ന് പറയുന്ന നീളം തന്നെ ആയിട്ട് മാറും അല്ലെ. അഥവാ സൈൻ 90 എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് OB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, അതും ഏതാ വരിക, OB തന്നെ വരിക. ഞാൻ അതല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഹൈപ്പോട്ടനസ് ഒക്കെ അതിന്റെ റേഡിയസാ, സർക്കിളിന്റെ റേഡിയസാ. അപ്പൊ OB ഡിവൈഡഡ് ബൈ OB ഡിവൈഡഡ് ബൈ OB എന്ന് പറഞ്ഞാലോ, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 1. അപ്പൊ സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. സൈൻ 90 എത്രയാണ്, 1 ആണ്. അതെങ്ങനെ, ഇതാ കുറച്ചുകൂടി ഇനി ഇങ്ങനെ കൂടി അവസാനം 90 ആവുമ്പോൾ അത് ആരന്നെ ആയിട്ട് മാറും, ഈ റേഡിയസിന്റെ ആയിട്ട് മാറും. അപ്പൊ റേഡിയസ് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാ വരിക അല്ലെ. റേഡിയസ് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാ, 1. സോ when the angle increases, the sin value also will increase. Okay, so sin 90 is equal to 1. അപ്പൊ sin 0യോ, അടുത്ത ചോദ്യം, sin 0 ഡിഗ്രിയോ, ഒക്കെ ഡിഗ്രി ഉണ്ട് കേട്ടോ. പക്ഷെ അത് സൗകര്യപ്രകാരം എഴുതാൻ വിട്ടുപോകുന്നേ ഉള്ളൂ. sin 0യോ എന്തായിരിക്കും സ്ഥിതി? 0 എന്ന് പറയുമ്പോൾ നിങ്ങൾ താഴെ വരിക, കണ്ടോ, ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ വരിക, കുറഞ്ഞു ഇങ്ങനെ വരുമ്പോ ഈ ആംഗിള് 0 ആവുമ്പോ, 60 45ആയി, 45 30ആയി, അങ്ങനെ 0 ആവുമ്പോ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇല്ലാതായി മാറും. ഓപ്പോസിറ്റ് സൈഡ് 0 ആയി മാറും. ഓപ്പോസിറ്റ് സൈഡ് ഇല്ല, അത് 0 ആവും ആ ട്രയാങ്കിളിൽ. അതിന്റെ ഹൈപ്പോട്ടനസ് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ OA തന്നെ ആയിക്കോട്ടെ, അതിന്റെ റേഡിയസ് 0 ഡിവൈഡഡ് ബൈ OA, 0 ഡിവൈഡഡ് ബൈ എനി ക്വാണ്ടിറ്റി will be equal to 0. So sin 0 equal to 0 and sin 90 is equal to 1. That means
the value of sine lies between 0 and 1. പൂജ്യത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും, 1-ൽ പോയിട്ട് നിൽക്കും. ഇനി അടുത്ത ഇതുണ്ട് കേട്ടോ, 90നേക്കാൾ കൂടിയാൽ. അതിപ്പോ ഞാൻ പറയില്ല, അതിന് നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ കാണും. കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അവിടെ വിശദീകരിക്കും, അവിടെ മാഷന്മാർ വിശദീകരിക്കും. ഞാൻ അതിലേക്ക് കിടക്കില്ല. ഞാനിപ്പോൾ എത്ര മാത്രമേ പറയുള്ളൂ, 90 വരേക്ക് മാത്രം. 0 മുതൽ എവിടെ എത്തും, 1 വരെ എത്തും. അതിന്റെ ഇടയിലുള്ള ഒരു ഡെസിമൽ വാല്യൂ, 0 മുതൽക്ക് 1 വരെയുള്ള ഒരു ഡെസിമൽ, ഒരു ഫ്രാക്ഷൻ. ഓക്കെ, നേരെ തിരിച്ചത് കോസ് എടുക്കാമോ? ഞാനൊരു കോസ് എടുക്കാമല്ലോ. കോസ് 30. കോസ് 30 എന്താ വരുന്നത്? കോസ് 30 എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ എന്റെ 30 ഡിഗ്രി ഇതാ. ഞാൻ ഈ ഒരു ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യട്ടെ. അപ്പൊ എന്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് OF ആണ്. OF ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് OC ആണ്. അതിന് മാറ്റം അതോടെ കിടക്കട്ടെ കേട്ടോ. ഇനി കോസ് 45 എടുക്കണേ. കോസ് 45 എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്റെ അഡ്ജസന്റ് സൈഡ് നമ്മുടെ OG ആണ്. OG ഡിവൈഡഡ് ബൈ എന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് OD ആണ്. OD കിടക്കട്ടെ. അടുത്ത കോസ് 60 ആണ് കേട്ടോ. കോസ് 60 എന്ന് പറയുമ്പോൾ നോക്കിക്കോട്ടോ, കോസ് 60 എന്ന് പറയുമ്പോൾ എന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ OH ആണ്. OH ഡിവൈഡഡ് ബൈ എന്റെ അല്ല 60 കേട്ടോ. എന്റെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടി പറയണതാ, തെറ്റിദ്ധരിക്കരുത്. 60യുടെ എന്റെ അല്ല, 60യുടെ അഡ്ജസന്റ് സൈഡ് OH ആണ് ഡിവൈഡഡ് ബൈ OE. കണ്ടാ, OE എന്റെ എന്ന് പറഞ്ഞതാണ്. ഈ ഒരു സ്നേഹം കൂടുമ്പോ പറയണതാ. അതായത് ഈ ട്രിഗണോമെട്രി റേഷ്യോസിനോട് ഒരു സ്നേഹം കൂടുമ്പോ നമ്മൾ പറയണതാ. വളരെ രസകരമായ കാര്യമാണ് ഈ ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന് പറയുന്നത്. പക്ഷെ വളരെ ഇഷ്ടമാണ് ഈ ഒരു ചാപ്റ്ററും ഇത് പറയാനും ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനൊക്കെ. അതുകൊണ്ട് പറയണ കേട്ടോ, ഒന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെയൊക്കെ അങ്ങനെ ആവണം. ഓക്കെ, സോ ഇത് നോക്കാം നമുക്ക് ഇതിന് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 30, 45, 60 ഇൻക്രീസ് ചെയ്തു അല്ലെ, ആംഗിൾസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇതിന്റെ റേഷ്യോക്ക് എന്താ സംഭവിക്കുക നോക്കുക. ആദ്യം OF അത്രയും ഉണ്ടായിരുന്നു. അടുത്ത എത്തിയപ്പോഴേക്കും OG ആയി കുറഞ്ഞു. അടുത്ത എത്തിയപ്പോഴേക്കും OH ആയി, കണ്ടോ, വീണ്ടും കുറഞ്ഞു. ഇതൊക്കെ സെയിം ആണ്. OC, OD, OE ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ അതേപോലെ തന്നെ OC, OD, OE ഇതൊക്കെ സെയിം ആണ്. മോളിന് മാത്രം വ്യത്യാസം വരുന്നത് റേഷ്യോയില്. മോളിൽ എന്താ ചെയ്യുന്നത്? കുറയാണ്, ഡിക്രീസ് ചെയ്യാണ്, കുറയാണ്. അതിന്റെ അർത്ഥം സൈൻ 30നേക്കാൾ കുറച്ചും കൂടി ചെറുതാവും, അല്ല കോസ് 30നേക്കാൾ കുറച്ചും കൂടി ചെറുതാവും കോസ് 45. അതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാവും കോസ് 60. കുറഞ്ഞു വരിക. ഇതിന്റെ നേരെ വിപരീത സൈനിന്റെ സൈന് കൂടി പോവുകയാണെങ്കിൽ കോസോ കുറയുക, കുറഞ്ഞു വരിക. ശ്രദ്ധിക്കുന്നതല്ല കണക്ക് ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെയാണെങ്കിൽ ഭാഷയിൽ ചോദിക്കാനുള്ളത് കോസ് 90 കാര്യമാണ്. കോസ് 90 എന്താവും? കോസ് 90 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കൂടി വരുമ്പോ, ആംഗിൾ ഇങ്ങനെ കൂടി വരുമ്പോ അതിന്റെ അഡ്ജസന്റ് സൈഡ് ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പൊ ഈ ഒരു സൈഡ് ഇങ്ങനെ മുകളിലേക്ക് കേറി ഇപ്പഴേക്ക് ഇങ്ങനെ എത്തുമ്പോഴേക്ക് അഡ്ജസന്റ് സൈഡ് ഇവിടുന്ന് നീങ്ങി ഒന്നുമില്ലാതെ മാറും. 0 ഡിവൈഡഡ് ബൈ എന്റെ ഹൈപ്പോട്ടനസ് OB ആയിട്ട് മാറും. സോ ദാറ്റ് മീൻസ് 0 എന്നർത്ഥം. സോ കോസ് 90 എത്രയാ? 0 കോസ് 90. അങ്ങനെയാണെങ്കിൽ മാർക്ക് ചോദിക്കാറുള്ളത് ഇനി കോസ് 0 കോസ് 0 ഡിഗ്രി. ഇവിടെ ഡിഗ്രി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ മാഷ് സൗകര്യപൂർവ്വം മറന്നതാ. കോസ് 0 ഡിഗ്രി എന്താവും നോക്കുക. ഈ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ താഴത്തേക്ക് അപ്പൊ താഴത്തേക്ക് വരുന്നതോറും ഇത് ഇങ്ങനെ കുറച്ചുകൂടി കൂടി 0 ഡിഗ്രി ആവുമ്പോ ഇത് രണ്ടും, അതായത് ഈ വശങ്ങൾ വന്ന് ഇതിമ്പിലടി ഇരിക്കും, OM-ലടി ഇരിക്കുമ്പോ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് OA ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്തെന്നെ മാറും, OA ഡിവൈഡഡ് ബൈ OA എന്ന് പറയുന്നത് എത്രയാണ്? 1. അത് ശ്രദ്ധിച്ചോ? ഒന്നുകൂടി ഭാഷ ഇവിടെ എഴുതാം. sin 0 equal to 0, sin 90 is equal to 1.
അതുപോലെ തന്നെ cos 0 is equal to 1 അല്ലേ? cos 90 is equal to 0. കണ്ട രസം, കണ്ട ഭംഗിയില്ലേ, രസമില്ലേ ഈ പറഞ്ഞ കാര്യം? അതിന്റെ ഇടയിലാണ് ഈ വാല്യൂസ് ഒക്കെ കിടക്കുന്നത്. 30, 60, 50, 45. ഇനി 45 ആവുമ്പോഴുള്ള രസം പറഞ്ഞ കേട്ടോ. 45 ആവുന്ന സന്ദർഭത്തില് ഈ നീളം, ഈ ഡി ജി എന്ന് പറയുന്ന നീളവും ഈ ഒ ജി എന്ന് പറയുന്ന നീളവും തുല്യമായി മാറും അല്ലെ? തുല്യമായിട്ട് മാറും. ഏത് ഡി ജി എന്ന് പറയുന്ന നീളവും ഒ ജി എന്ന് പറയുന്ന നീളം. അപ്പൊ ഈ രണ്ട് സൈഡ്, ഈ ഡി ജി എന്ന് പറയുന്ന സൈഡും ഒ ജി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആവും. അപ്പൊ ഇവിടെ ഡി ജി ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് പറയുന്ന അതേ ആൻസർ തന്നെയാണ് എന്ത് ഒ ജി ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? സൈൻ 45 സമയം എന്തായി മാറും? കോസ് 45 എന്നായിട്ട് മാറും. കാരണം ശ്രദ്ധിച്ചു, ഈ ഡി ജി എന്ന് പറയുന്ന നീളം ഇതാണ്, ഒ ജി എന്ന് പറയുന്ന നീളം ഇതാണ്. ഇത് 45 ആവുന്ന സന്ദർഭത്തിൽ ഇവിടെ 45 ആണ്. സോ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോ ഡി ജി ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് പറയുന്നത് ഒ ജി ഡിവൈഡഡ് ബൈ ഒ ഡി എന്ന് പറയുന്നത് സെയിം ആണ്, രണ്ട് സെയിം ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്ത്? സൈൻ 45 സമം എന്തായിട്ട് മാറും? കോസ് 45. അപ്പൊ സൈനിന്റെയും കോസിന്റെയും വാല്യൂ സെയിം ആവുന്നത് ഏത് ആംഗിളിനാണ്? 45 ഡിഗ്രിക്കാണ്. എത്ര? 45 ഡിഗ്രിക്കാണ്. ഇനി സൈൻ 60യുടെ വാല്യൂ, സൈൻ 30യുടെ വാല്യൂ ഒക്കെ കാണാൻ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 30, 60, 90 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ റേഷ്യോ കിട്ടും. 45, 45, 90 റേഷ്യോ ഉള്ള ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ റേഷ്യോസും കിട്ടും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. റെഡിയല്ലേ? അവ തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് സൈന് കൂടി കൂടി പോവുകയാണെങ്കിൽ കോസ് കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യും. ഇസ് ഇറ്റ് ഓക്കെ? ഇത് പറയാനാണ് ഇന്ന് വന്നത്. കൂടുതലൊന്നും പറയാൻ ഭാഷ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ രസകരമായ ഒരു കാര്യം ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സന്തോഷമായില്ലേ? സന്തോഷമായിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാ, യാതൊരു സംശയമില്ല. അപ്പൊ ആ സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ നിൽക്കട്ടെ. പക്ഷെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പൊ നമ്മൾ വേറെ ഒരു ട്രിഗണോമെട്രി റേഷ്യോനെ പറ്റിയിട്ട് പറയും. ഇതുവരെ പറഞ്ഞ സൈൻ കോസ് ഒക്കെയാണ് മറന്നിട്ട് നമ്മൾ വേറെ ട്രിഗണോമെട്രി റേഷ്യോസിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യും. സമാധാനമായില്ലേ? അതുവരേക്ക് ഇതിന്റെ കണക്കുകളെല്ലാം, അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വിശദീകരിച്ചു കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. പിക്ചേഴ്സ് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നോട്ട് ബുക്കിലേക്ക് എഴുതി കഴിഞ്ഞു. നോട്ട് ബുക്കിലേക്ക് എഴുതിയോ? അതാണ് എൻ്റെ ഒരു സംശയം. എഴുതില്ലേ? എഴുതണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.